നമ്മൾ ആദ്യമായിട്ട് കാണുന്ന 2-3 വർഷമായി എൻ്റെ അടിക്കാൻ വേണ്ടിയിട്ട് പെട്രോൾ പമ്പിൽ ചോദിച്ചു. ഞാൻ ചോദിച്ചത് ഇവരോട്. നമ്മുടെ ഒരു സ്പ്ലെൻഡറും കൊണ്ട് ആദ്യത്തെ ട്രിപ്പ് ആയിരിക്കും. ഇവന്റെ വീട് എന്ന് പറയുമ്പോൾ ഒരു മലന്റെ മേലെ ഭയങ്കര ബോറായിരിക്കും. സിറ്റിക്കൊക്കെ പോകുമ്പോഴായിരിക്കും ഞങ്ങൾക്കൊരു ഇത്. വെൽക്കം ബാക്ക് ഗൈസ്, പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനുള്ളത് നമ്മുടെ ടുട്ടുവിൻ്റെ വീട്ടിലാണ്. എന്തൊക്കെയുണ്ട്? നമ്മളപ്പം കൊളുക്കുമലൊക്കെ പോകാൻ വേണ്ടിയിട്ട് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യമാണ് നമ്മൾ സ്റ്റോറി അറിഞ്ഞു കൊടുക്കാം. നമ്മൾ ആദ്യമായിട്ട് കാണുന്നതെന്നാ. ഡേറ്റ് അറിയത്തില്ല. ഇരുമ്പാലം പെട്രോൾ പമ്പ്. എത്ര കൊല്ലം മുമ്പ്? 2-3 വർഷമായി. 3 വർഷം മുമ്പ് ഞാൻ ട്രിപ്പ് വന്ന പോലെ ഞാൻ ട്രിപ്പ് പോവാണ്. അപ്പോൾ ഞാൻ ടെൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് പെട്രോൾ പമ്പിൽ ചോദിച്ചു. ഞാൻ ചോദിച്ചത് ഇവരോട്. അപ്പോൾ ഇവനെ അടിച്ചോളം പറഞ്ഞു. അങ്ങനെ പെട്രോൾ പമ്പിൽ ടെൻ്റ് അടിച്ചു. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു സ്പ്ലെൻഡറിൻ്റെ വണ്ടി ഇതേ തൊട്ടപ്പുറത്തുണ്ട് കേട്ടോ. നമ്മുടെ ഒരു സ്പ്ലെൻഡറും കൊണ്ട് ആദ്യത്തെ ട്രിപ്പായിരിക്കും എന്ന് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ. മൂന്നാർ ട്രിപ്പ് കേട്ടോ. മൂന്നാറിലോട്ട് ആദ്യത്തെ ട്രിപ്പ്. ഈ ഒരു വണ്ടി ഞാൻ ഫോട്ടോ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ കൊടുക്കാം. ആ ഒരു വണ്ടിയിൽ ഒരു വർക്കും എടുത്തിട്ടില്ല, ഒരു സ്റ്റോക്കും മുടില്ലായിരുന്ന വണ്ടി. ഇപ്പോൾ ഫോൺ വന്നിട്ടുണ്ട്. ആ ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് ഇപ്പോൾ വരും. അന്ന് ഞാൻ ടെൻ്റ് അടിച്ചു. അവിടെ നിന്ന് കമ്പനിക്ക് കുറേ നേരം വേണ്ടേനി. പിന്നെ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. അപ്പോൾ വേണ്ടേനി. പിന്നെ ഇങ്ങനെ ടെൻ്റൊക്കെ അടിച്ച് നൈസായിട്ട് ആദ്യത്തെ ട്രിപ്പിൽ അന്ന് പരിചയപ്പെട്ടാണ്. പിന്നെ നമ്മളെ ആ ഒരു ബന്ധം ഇങ്ങനെ എന്താ പറയുക, പിന്നെ ഫോണിൽ വാട്സാപ്പിൽ അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ മാറിയില്ലേ. പിന്നെ കുറേ നാൾക്ക് ശേഷം ഞാൻ കഴിഞ്ഞ ധനുഷ്കോടി ട്രിപ്പിലാണ് കണ്ടുപിട്ടി. അതായത് മൂന്നാറിൽ വന്നിങ്ങനെ ധനുഷ്കോടി പോകുമ്പോൾ ഞാൻ ഇവിടെ കയറി ജസ്റ്റ് അങ്ങനെയാണ് പോയത്. ആ വ്ളോഗ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ധനുഷ്കോടിൻ്റെ ശേഷം നമ്മൾ ഇന്നാലേ ആണ്. അന്ന് ഫസ്റ്റ് നമ്മൾ കണ്ടപ്പോൾ എത്ര മാസം ഇനി അല്ല എത്ര കൊല്ലം ഇനി ഫസ്റ്റ് കണ്ട് 2-3 കൊല്ലമായി. 2-3 കൊല്ലത്തിന് ശേഷമാണ്. പിന്നെ അത് കഴിഞ്ഞ് ഡിസംബറിൽ ഇവിടെ വന്നു. ഡിസംബറിൽ ഇവിടെ വന്നു. ഡിസംബറിലാണ് വന്നത്. ഡിസംബറിലാണ് ഞാൻ ധനുഷ്കോടി ഡിസംബറിലാണ് വന്ന്. ഇപ്പം മാർച്ചായില്ലേ. ഇപ്പം മാർച്ച്. അപ്പം ഇന്ന് നമ്മൾ ഇവിടെയാണ് നിൽക്കുന്നത്. മേലെ ടെൻ്റ് അടിക്കും അല്ലേ? മേലെ ടെൻ്റ് അടിക്കും. ഇതെന്ന് പറയുമ്പോൾ ലൊക്കേഷൻ എവിടെ? എനിക്ക് കറക്റ്റ് ലൊക്കേഷൻ മൂന്നാർ ബിയൽറാം എന്ന് പറയും. മൂന്നാർ ബിയൽറാം. ഞാൻ ശരിക്കും നാളെ രാവിലെ കൊളുക്കുമല പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവനായിട്ട് സെറ്റാക്കിയാണ് കാര്യങ്ങളെല്ലാം സംസാരിച്ച്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കൊളുക്കുമലയ്ക്ക് പോകുന്ന ഒരു പോയിന്റിക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്? അത് 6 കിലോമീറ്റർ. അപ്പം നമുക്ക് പോകാൻ എന്തുകൊണ്ടും എളുപ്പമായിരിക്കും ഇവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ട്. രാവിലെ എണീറ്റ് അതും പോലെ കുറച്ചൊരു 4 മണിക്കൊക്കെ എണീറ്റ് പോകാൻ അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തത്. ഇപ്പോൾ ഇതാണ് ഇവൻ്റെ വീട്. ഞാൻ കുറേ ആയിട്ട് വിചാരിക്കുന്ന സംഭവമാണ് ഇങ്ങോട്ട് വരണം എന്ന്. അപ്പോൾ അത് അന്നാണ് സാധിച്ചത്. ഏകദേശം ഡിസംബർ ആ സമയത്ത് ആദ്യം അന്ന്. പിന്നെ അന്ന് ഞാൻ ഇവിടുന്ന് നേരെ ധനുഷ്കോടി പോയി. പിന്നെ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി വരുമ്പോൾ എന്തായാലും ഇവിടെ ക്യാമ്പിങ് സെറ്റാക്കാം അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ കൂടിയിട്ട് നാളെ ഏർലി മോർണിംഗ് ഇവിടുന്ന് കൊളുക്കുമല പോകും. തിരിച്ചു വരുമ്പോൾ എത്ര സമയമാവും? തിരിച്ച് ഒരു 9 മണിക്കൊക്കെ ഇവിടെ എത്തും. തിരിച്ചൊരു 9 മണിക്ക് ആകുമ്പോൾ ഇവിടെ എത്തും. എന്നിട്ട് ഇവിടെ നിന്ന് പോകും. അപ്പോൾ ഇന്നത്തെ ദിവസം ഇവിടെയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇവൻ്റെ വീടും പരിസരമൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം എങ്ങനെയുണ്ട്. ഇവിടുന്ന് കിടിലോട്ട്. ഇവിടുന്ന് കൊളുക്കുമല കാണുമോ? കൊളുക്കുമല അവിടെ പോയാൽ കാണാം. അതന്നെ നമ്മൾ അന്ന് പോയ മാതിരി. അന്ന് നമ്മൾ മറ്റേ ടാങ്കിന്റെ പുറകെ നിന്ന് കാണാം. അതുപോലെ ആനിറങ്ങൽ ഡാമിന്റെ വ്യൂ ഉണ്ട്. എല്ലാം ഇവന്റെ വീട് എന്ന് പറയുമ്പോൾ ഒരു മലന്റെ മേലെ. നമുക്കെന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ വീട് കാണുമ്പോൾ ഭയങ്കര ത്രില്ലേക്കാരം. നമുക്ക് ഇങ്ങനത്തെ വീടാണെന്ന്. പക്ഷെ ഇങ്ങൾക്ക് നേരെ തിരിച്ചാലേ, ഇവർക്ക് നേരെ മലന്റെ മേലെ ഉള്ള സംഭവം ചടപ്പാണ്. എനിക്ക് നേരെ റോഡ് സൈഡിൽ കാണല്ലോ വീട്. നമുക്ക് നമ്മളെ ഈ കാടിന്റെ ഇതില് നടന്ന് ഭയങ്കര ബോറായിരിക്കും. സിറ്റിക്കൊക്കെ പോകുമ്പോഴായിരിക്കും ഞങ്ങൾക്കൊരു ഇത്. നിങ്ങൾക്ക് ഇവിടെ വരുമ്പോ ഇങ്ങനത്തെ ഒരു അങ്ങനെയൊക്കെയാണ് സംഭവം. പിന്നെ വേറൊരു ട്വിസ്റ്റ് അല്ല, വേറൊരു കാര്യമുണ്ട്. ഇവിടെ അറിയുമ്പോൾ ആനശല്യൊക്കെയുള്ള സ്പോട്ടാണ്. രാത്രിയൊക്കെ ആന വരും അല്ലേ? ഇപ്പോൾ 2-3 ആഴ്ച ആ റോട്ടിൽ കൂടി അങ്ങോട്ടൊക്കെ ഒന്ന് പോയി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സ്പോട്ടാണ്. എന്തായാലും ഇങ്ങനത്തെ സ്പോട്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇവിടെ നിൽക്കാനൊന്നും കൂടി ത്രില്ലാവും. കാരണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പോട്ട് ചെയ്താലോ എന്നൊക്കെ വിചാരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്നും ഉണ്ടാവും നമുക്ക് നോക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്ന സംഭവമൊക്കെ ആയിട്ട് ഇങ്ങനെ ചെറിയൊരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവനെയും പരിചയപ്പെടുത്തി ഇവൻ്റെ വീടും സംഭവമൊക്കെ ഒന്ന് ജസ്റ്റ് പറഞ്ഞ് നമ്മളുള്ള ഒരു ബന്ധം ജസ്റ്റ് നിങ്ങളോട് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തൊരു വ്ളോഗാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ കാണാമല്ലേ. പിന്നെ നാളെ പോകുന്ന സമയത്ത് ഈ ഒരു വീഡിയോ അതിൻ്റെ ചെയ്യാം. ഇന്നത്തെ രാത്രിക്കത്തെ സംഭവങ്ങളും ജസ്റ്റ് പിന്നെ നാളെ പോകുന്ന സമയത്തുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട്. തണുപ്പൊക്കെ എന്താ പാട് പോകും? നൈറ്റ് നല്ല ചൂടാണ് ഇവിടെ. കുറവാ? തണുപ്പ് കുറവാല്ലേ? തണുപ്പ് കുറവാ. രാവിലെ പുലർച്ചെ അന്നൊക്കെ തണുപ്പായി. ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഡിസംബർ മാസമല്ല, അപ്പോഴല്ലേ ഇപ്പൊ മൂന്നാർ ആ ഭാഗത്തൊക്കെ സീസൺ. ഗസ്റ്റുകൾ കൂടുതലായിട്ട് ഇറങ്ങാനും അങ്ങനെയൊക്കെയാണ് കാര്യം. അപ്പോൾ ഇവൻ്റെ ഒറിജിനൽ വീട് എന്ന് പറയുമ്പോൾ
മറയൂരായിരുന്നു ഇവന്റെ നാടില്ലേ? മറയൂരാണ് നാട്, പിന്നെ ഇങ്ങോട്ട് മാറിയതാണ്. അത് നല്ല ഡിഫറൻസ് ഇല്ലയോ ദൂരം? ഇവിടുന്ന് 70-75 കിലോമീറ്റർ, ഏകദേശം മൂന്നാർ സൈഡ് തന്നെയാണ്. പക്ഷെ രണ്ടും രണ്ട് ഭാഗത്താണ്. ഇത് മൂന്നാർ സെൻട്രലില്, അതും ബോർഡർ ഇതും ബോർഡർ. ഇത് കർണാടക ബോർഡർ, തമിഴ്നാട് ബോർഡർ. തമിഴ്നാട് ബോർഡർ തന്നെ. തമിഴ്നാട് അവിടെയും തമിഴ്നാട് ബോർഡർ തന്നെ, ഇവിടെയും തമിഴ്നാട് ബോർഡർ. അപ്പൊ ഇതെന്ന് പറയുമ്പോൾ ബോഡിമെട്ട് പോണ ഒരു റൂട്ടല്ലേ? അതിന്റെ തൊട്ട് സൈഡിലായിട്ട്, അതായത് ധനുഷ്കോടിയൊക്കെ പോകുന്ന 2-3 കിലോമീറ്റർ ബോഡിമെട്ട്. നമ്മളെ ധനുഷ്കോടിയൊക്കെ പോകുന്ന ആ റൂട്ടിന്റെ തൊട്ട് സൈഡ്. അപ്പോൾ അങ്ങനെയാണ് അന്ന് ഞാൻ നോക്കിയപ്പോൾ കണ്ടേ. അപ്പോൾ മറ്റേതെന്ന് പറയുമ്പോൾ ചിന്നാർ ആ ഭാഗത്തില്ലേ? ആ ഭാഗത്ത് നമ്മൾ ഇന്ന് വന്ന ആ റൂട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. അപ്പോൾ ഞാനെന്തായാലും നമ്മൾ വണ്ടി അവിടെ ഉണ്ട്, അതും ജസ്റ്റ് ഇവിടുത്തെ ഒരു ചുറ്റുപാടൊക്കെ ഒന്ന് കാണിച്ചു തരാം. കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വരുന്ന വഴിക്ക് ഓൾറെഡി ചായ കുടിച്ചാലേ? സൂര്യനദിയിൽ നിന്ന് ഓൾറെഡി ചായ കുടിച്ചിട്ടാണ് വന്നത്. പിന്നെ അവൻ്റെ അമ്മ ടീ ഉണ്ടാക്കി വന്നിട്ടുണ്ട്, കാപ്പി കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ വണ്ടി കട്ടൻ ചായ. അപ്പം നമ്മളെ വണ്ടി ഇത് ഇവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ മുമ്പ് ഞാൻ വന്നപ്പോൾ അവിടെ ഇറങ്ങും. അപ്പോൾ ഞാൻ എൻ്റെ വീടും പരിസരമൊക്കെ ഇരുട്ടാവും മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ദേ ഇതാണ് വീട്. വീട്ടിന് മുമ്പിൽ ഇത് നമ്മളവിടെ ചക്കപ്പായ എന്നാ പറയാം. അപ്പം അങ്ങനെയുള്ള ഒരു സെറ്റപ്പാണ്. ഒരു ചെറിയ വീടാണ്. അവൻ്റെ അമ്മതേ ഇവിടെ ഫുഡ് പ്രിപ്പയറിങ്. ഇതാണ് വീടിൻ്റെ പുറകുവശം. നമ്മൾ ഇന്നാള് വന്നപ്പോഴും ഇതുപോലെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഇവിടെ ഇവരുടെ ഏലത്തോട്ടാണ് ആ കാണുന്നത്, അപ്പുറത്തുള്ള. പിന്നെ ആനയിറങ്ങൽ ഡാമിൻ്റെ വ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. അത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അമ്പോ കിളിയാട്ടോ, ഞാൻ പേടിച്ചു. ഈ കാണുന്നതാണ് ആനയിറങ്ങൽ ഡാം. ഈ കണ്ടോ, തൊട്ടടുത്തായിട്ടുള്ള ആ ടോപ്പിലുള്ള ഈ ഒരു പോർഷനാണ് കൊളുക്കുമല എന്നാവും പറയുന്നത്. ഇതേ കണ്ടോ, ഇതല്ലേ? ഇതാണ് കൊളുക്കുമല എന്നാവും പറയുന്നത്. അപ്പോൾ നാളെ മോർണിംഗ് നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. വാവ്, തമ്മിൽ വെള്ളം കുറഞ്ഞോണ്ടിരിക്കുക അല്ലേ? ഇപ്പൊ ഇവിടെ ഉരുൾപൊട്ടൽ അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാവും? അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ലല്ലോ. അത് ഒന്നാമത് ഈ ഏരിയയിലൊന്നും അങ്ങനെ മൈനിങ് ഒന്നും ഇല്ലല്ലോ, അങ്ങനത്തെ കാര്യമൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇവിടെ ആ ഒരു പഴയ പോലെ സംഭവം സേഫായി തന്നെ നിൽക്കുന്നുണ്ട്. ഈ മൈനിങ് അല്ലേ മെയിനായിട്ട് റീസൺ ഉരുൾപൊട്ടലുണ്ടാവാൻ. അതായത് കുന്നുമലയൊക്കെ നികത്തുക, കോറി, അതാകണം മെയിൻ. ഇവിടെ അങ്ങനത്തെ സംഭവം നല്ലോടല്ലേ അല്ലേ? സമ്മതിക്കൂല. അപ്പൊ അങ്ങനെയൊക്കെയാണ് ശരിക്കും വേണ്ടിയല്ലേ? പ്രകൃതിയെ അതുപോലെ കൊണ്ടുനടക്കണം. അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇതേ ചക്കപ്പഴം കഴിച്ചോണ്ടിരിക്കുക കേട്ടോ. ഇവിടെ ഫുള്ള് കഴിച്ച് കുരുവെല്ലാം ഇട്ടിട്ടുണ്ട് അല്ലേ? ചക്കപ്പഴം ഇതേ ഇവിടെ മരത്തിലുണ്ട്. അവൻ്റെ അച്ഛൻ വന്നപ്പം പറിച്ചു തന്നായിരുന്നു. നമ്മുടെ വണ്ടി ഇതേ ഇവിടെ ഉണ്ട്, ടെൻറ്റ് വണ്ടിയിൽ കിടപ്പുണ്ട്. അവൻ പറയുന്നത് തണുപ്പില്ലാന്നൊക്കെ, പക്ഷെ തണുപ്പുണ്ടല്ലോ. ഇപ്പൊ തണുപ്പുണ്ട്. തണുപ്പില്ലാന്നല്ല പറഞ്ഞേ. തണുപ്പ് ഇങ്ങനെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോ ഫീൽ ആവൂല, എന്നോ നിക്കണോണ്ട്. നമുക്ക് ഫീൽ ആവില്ല. നമുക്ക് മഴയ്ക്ക് ചാൻസ് ഉണ്ട് ഗൈസ്. ഇപ്പൊ മഴ വരികയാണെങ്കിൽ നമുക്ക് നാളെ സൺറൈസ് സെറ്റായി കിട്ടൂല എന്നാ പറഞ്ഞ കേട്ടെ. മഴയൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു പക്ക ഒരു ഇതുണ്ടല്ലോ, ആ മല ഉണ്ടല്ലോ കൊളുക്കുമലന്റെ ആ പുല്ലിന്റെ ഒരു വായ പോലെ, അതിലൂടെ ഇങ്ങനെ സൺറൈസ് ഇങ്ങനെ വരുന്ന ഒരു സീൻ ഉണ്ടല്ലോ, അത് കിട്ടാൻ ചാൻസ് കുറവാന്ന് പറഞ്ഞു. മഴ ഉണ്ടെങ്കിൽ, മഴ ഇല്ലെങ്കിൽ അടിപൊളിയാന്ന് പറഞ്ഞു. രാത്രി മഴ പെയ്താല് രാവിലെ സൺസെറ്റ്. എന്തായാലും ക്ലൗഡ് ബെഡ് ഇട്ടാല് സെറ്റായില്ലേ? നമ്മൾ ഗൈസ് പ്രതീക്ഷിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പരിപാടി. ഞാൻ ഇവിടെ കുത്തിർന്ന് ഇങ്ങനെ ഫോണിൽ കളിക്കായിരുന്നു. രസമുണ്ട് കേട്ടോ. ഈ ഒരു സമയമായപ്പോൾ തന്നെ ഇങ്ങനെ തണുപ്പ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നോക്കിക്ക് പഴങ്ങൾ, ചക്കപ്പഴം. നമ്മളവിടെ ചക്കപ്പഴം എന്ന് പറയും ഈ സാധനം. സീതപ്പഴം എന്ന് പറയും ഗൈസ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. ഇതെന്താ ഐറ്റംസ്? ഇത് പയറുപ്പേരിയോ, മുട്ടക്കറി, ചപ്പാത്തി കഴിച്ചോണ്ടിരിക്കുകയാണ്. അവൻ്റെ അപ്പര് ആള് ഇവിടെ കണ്ടോണ്ടിരിക്കാണ് ഗൈസ്. അങ്ങനെ ഇന്നലെ ഇവിടെ ഇറങ്ങി, ഞാനിവിടെ അവനിവിടെ ഗൈസ്. അപ്പം നമ്മൾ ഇന്നലെ രാത്രി പിന്നെ ഇവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ചു, ചപ്പാത്തിയെല്ലാം കഴിച്ചു. അവൻ്റെ അമ്മ ഉണ്ടാക്കുന്ന കറി ചപ്പാത്തിയൊക്കെ കഴിച്ച് നൈസായിട്ട് ഇവിടെ കിടന്നുറങ്ങി. ഞാൻ ഉറങ്ങിയ സ്പോട്ടൊക്കെ കാണിച്ചു തരാം. അവൻ്റെ റൂമിൽ തന്നെ ആയിരുന്നു കിടന്നുറങ്ങി. മേളിൽ ടെൻ്റ് അടിക്കാനാണ് കിടന്ന പ്ലാൻ. പിന്നെ മഴയ്ക്ക് ഉണ്ടാക്കും നമ്മളിവിടെ, ഞാനിവിടെയും കിടന്നു, അവനിവിടെയും കിടന്നു. ഇപ്പൊ എന്താണ് ഫുഡ് പ്രിപ്പയറിംഗ്? അവന്റെ അമ്മ ഇവിടെ ഇല്ല കേട്ടോ. അവന്റെ അമ്മ റിലേറ്റീവ്സിന്റെ അടുത്തോട്ട് പോയി. എവിടെയാണ് പ്രിപ്പയറിംഗ് നടന്നു? ഫുഡ് ഉണ്ടായോ? അപ്പോത്തിനും ഫുഡ് റെഡി ആയോ?
അപ്പോൾ അവനിത് ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇവന് ഷെഫാണ് അല്ലേ? അപ്പൊ അവിടെ പോയി കുക്ക് ചെയ്തീന്നൊക്കെ പറഞ്ഞു. അങ്ങനെയുള്ള സംഭവം എല്ലാം അറിയാം. അപ്പൊ നമുക്ക് വേറെ ഫുഡ് കഴിച്ചോക്കാം എങ്ങനെയുണ്ട്. ഇതാണ് ഇവരുടെ ഈ ഒരു ഭാഗത്തുള്ളവരുടെ ഒരു വീടിന്റെ ഒരു കിച്ചൺ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ വീട് പോലെ അല്ല, പക്ഷെ മൊത്തം ഒരു വൃത്തി, ഒരു നല്ലൊരു ആംബിയൻസ് ഉണ്ട്. അടുക്കി വെച്ച നോക്കിയിൽ ഇതാണ് നമ്മുടെ മറ്റേ പയ്യൻ നമ്മളെ കൂടെ വന്നത്. നമുക്ക് വേണ്ടി 7 മണിക്ക് നമ്മളെക്കാട്ടിൽ നേരത്തെ ആണ് എണീച്ചിട്ടുണ്ട് വരാൻ. അപ്പൊ ഇതെന്താണ്? അത് ദോശക്കല്ല് മാറിപ്പോയി. നല്ല ഷെപ്പാ. അല്ല, ഇതില് വരുമോ നോക്കിയതാ. ഓംപ്ലേറ്റ് ഒക്കെ ആണെങ്കിൽ ഇതില് നന്നായിട്ട് വരുന്നുണ്ട്, ദോശ വരുന്നില്ല. അപ്പൊ ദോശക്കല്ല് വീണ്ടും വെച്ചു അല്ലേ? ഇപ്പൊ ചൂടാവണല്ലേ? ചൂടാവണം. അപ്പൊ എന്തായാലും നമുക്ക് ഈ ദോശക്കല്ലൊക്കെ ചൂടായിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം, ദോശ ചൂടുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ വീണ്ടും ദോശ ചുടലിലോട്ട് എത്തിയിരിക്കുന്നു. ദോശ അടിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ ഇനി നമ്മളേക്ക് എന്താ ഉണ്ടാക്കുന്നത്? തക്കാളി ചട്നി അല്ലേ? തക്കാളി ചട്നിക്കുള്ള സംഭവം ഇവൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. അതെ, എനിക്കിതിന്റെ കൂട്ട് അറിയണം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ദോശ ചട്നി. നമ്മളെ ഫോൺ ഇത് ഇവിടെ ചാർജിനിട്ടിരിക്കുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ദോശ ദോശ ഹെവി ദോശ കുത്തി. മൂടിയൊക്കെ ഒന്നുമില്ല, അടച്ചൊക്കെ ഒന്നുമില്ല. അത് അപ്പമായി പോകില്ല. അപ്പം വല്ല അങ്ങനെ ചൂടുള്ളൂ. അപ്പം അങ്ങനെ ചുടത്തില്ല. ദോശ അങ്ങനെ ചുടത്തില്ല. ദോശ അങ്ങനെ ഉള്ളൂ അല്ലേ? അപ്പം മൂടി വെച്ച് കൂട്ട്. തക്കാളി കഴുകി അവിടെ അളിയൻ ഇത് ചെയ്യുന്നുണ്ട്. കുറച്ച് ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, മല്ലിയിലെങ്കിൽ മല്ലിയില ഇടാം. ഇട്ടിട്ട് അരച്ചെടുക്കും. അരച്ചെടുത്തിട്ട് ചീഞ്ചട്ടി വെച്ചിട്ട് കടുക് പൊട്ടിച്ച് പിന്നെന്താ ചെയ്യാ? പിന്നെ അതിലേക്ക് സുർക്ക ഒഴിക്കും. സുർക്കൊന്നും ഒഴിക്കാറില്ല. സുർക്ക ഒഴിച്ചു കഴിഞ്ഞാൽ തക്കാളിയും കൂടി പുളിയല്ലേ, അതുകൊണ്ട് പുളി കൂടി പോകും. അപ്പൊ എനിക്ക് സംഭവം ആ ഒരു ചട്നീൻ്റെ ഒരു ഐഡിയ ഇട്ടാൻ വേണ്ടി ഞാൻ ചോദിച്ചാട്ടോ. വീട്ടിലുണ്ടാക്കാലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു തക്കാളി. അവനിവിടെ ഉള്ളി സെറ്റാക്കി കൊടുക്കുന്നത്. ഞാനിങ്ങനെ ചുമ്മാ അവിടെ ഇവിടെ വീഡിയോ എടുത്തുകൊണ്ട് അലിഞ്ഞ് കഴിഞ്ഞ് നടക്കുന്നത് ഇതുപോലെ. അപ്പോൾ എനിക്ക് ഈ ഒരു ദോശ ചട്നി അങ്ങനത്തെ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചോദിച്ചത്. ഓരോ സ്ഥലത്ത് ഓരോ മാതിരിയല്ലേ? അതാ ഒരു സൈഡ് വേഗുന്നില്ല. ചൂട് കുറവാ? ചൂട് കുറവൊന്നുമില്ല. ഈ കല്ല് വലുതല്ലേ, പാനിനെ പോലെ അല്ലല്ലോ ഇത് എത്ര വർഷത്തെ പഴക്കമുള്ളതെന്ന് എനിക്ക് തന്നെ അറിയില്ല. 7-8 വർഷം പഴക്കമുണ്ട്. തീ എത്താഞ്ഞിട്ടല്ലോ എല്ലായിടത്തും? തീ എല്ലായിടത്തും. ഗൈസ്, അപ്പോൾ സമയം 10 ആയിട്ടുണ്ട്. ഇവിടെ എവിടെ ആവും പേരക്കന്മാരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കിട്ടിലും പേരക്ക ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് മുന്നിൽ നിന്ന് ഒരു പേരക്ക കിട്ടീനി, പക്ഷെ അത് കംപ്ലൈൻ്റ് ആണ്. നമ്മളിവിടെ വന്ന് പേരക്ക, ഒരു വലിയൊരു പേരക്ക ഉണ്ട്. ആയിട്ടുണ്ടോ എന്നറിയില്ല. കാണാവോ എന്നറിയില്ല. ഞാൻ എന്തായാലും എടുക്കട്ടെ. ഇതാണ് അവരുടെ ആ ഒരു സ്പോട്ട്. അവിടെ ഒരു പേരക്കന്മാരുണ്ട്. പേരക്കന്മാർ അവിടെ ഒരുപാട് ആയതുണ്ട് കേട്ടോ. ഞാൻ ഈ വലിയൊരു പീസ് ആയിട്ടുണ്ടോ എന്ന്. ഇതിൻ്റെ മുകളിൽ ആയതുണ്ട്. ഞാൻ എന്തായാലും കുറച്ച് പേരക്ക എടുക്കട്ടെ, എന്നിട്ട് ബാക്കി കാണാം. ഇവിടെ ഞാൻ പേരക്ക എടുത്തോണ്ടു. അതുപോലെ ദോശ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ദോശ റെഡിയായി. ചട്നി അല്ലേ? ചമ്മന്തി കുറച്ച് സമയം കറണ്ട് പോയി. ഇപ്പം കറണ്ട് വന്നു, സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വെള്ളത്തോട് അങ്ങനെ ഇട്ട് കത്തിച്ചു. അങ്ങനെ നമ്മൾ ദോശ അതുപോലെ ചട്നി. ഞാനിപ്പോൾ എന്നോട് ഇതിൻ്റെ റെസിപ്പി ഒക്കെ ചോദിച്ചിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ബജ്ജിയൊക്കെ വാങ്ങിച്ചിട്ട് ഗൈസ്, അങ്ങനെ ഇന്നലെ നമ്മളിവിടെ നിന്ന് ഇപ്പം ലൈറ്റ് ഞാൻ കേട്ടോ വൈകുന്നേരം വരത്തില്ലല്ലോ. ഇവിടെ ആരെങ്കിലും ഉള്ളത് പോലെ കാണിക്കണമല്ലോ. ആന വരാതൊക്കെ. അങ്ങനെ നമ്മൾ കൊളുക്കുമലൊക്കെ പോയി വന്ന് തിരിച്ച് പോവാണ്. ഇവൻ്റെ വീട്ടിൽ നിന്ന് ചായ എല്ലാം കുടിച്ച് നേരെ പോവാണ്. അവൻ്റെ ഉമ്മാൻ്റെ റിലേറ്റീവ്സ് ആരോ മരണപ്പെട്ടു, അപ്പോൾ അവൻ അങ്ങോട്ടേക്ക് പോവാണ്. ഗൈസ്, അങ്ങനെ നമ്മളിതേ പോകുന്നു. ഒരു ദിവസം ഇവിടെ ആർന്നു നിന്നെ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇവൻ്റെ വീട്ടിൽ. അല്ലോ, ഇവിടെ ആന വരാതെ നിൽക്കാണ്ട് കമ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇതാണ് ഇവൻ്റെ വീടിൻ്റെ പരിസരം, വീട്ടിലോട്ടുള്ള വഴി. ഇവിടെ ഇങ്ങനെ അടുത്തടുത്തൊന്നും വീടുണ്ടാവില്ല കേട്ടോ, കുറച്ച് വിട്ടുള്ള സംഭവമായിരിക്കും. അതായത് വീടുകൾ തമ്മിൽ നല്ല ഡിഫറൻസ് കാണും. അങ്ങനെയുള്ളൊരു ഏരിയയാണ്. തണുപ്പുണ്ട് കേട്ടോ ഇപ്പോഴും. റണ്ണിങ്ങിൽ തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ? അവന് ഇന്നലെ തണുപ്പുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു, പക്ഷേ രാത്രി പുറത്തിറങ്ങിയപ്പോൾ നല്ല തണുപ്പുണ്ട്. ഇനി വലത്തോട്ടല്ലേ? ഇവിടെ നിന്ന് പോവാണ്. അപ്പോൾ ഇനി ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അവൻ്റെ വീടും അവനായിട്ടുള്ള ഒരു ബന്ധവും കാര്യങ്ങളെല്ലാം ജസ്റ്റ് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ വ്ളോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്തതാണ്. അപ്പോൾ ഇനി ഞാൻ ഇവിടെ നിന്ന് നേരെ തിരിച്ച് നാട്ടിലോട്ട് പോവാണ്. ഒരു ഡിഫറെൻറ്റ് റൂട്ടാണ് ഈ പോക്കിലും സെലക്ട് ചെയ്ത്. നമ്മൾ നോർമലി പോകുന്ന പോലെ ആ ഒരു റൂട്ടല്ല. അതായത് വളറ വാട്ടർഫാൾ, അങ്ങനെ കുറേ ചീയപ്പാറ വാട്ടർഫാൾ കണ്ടല്ലോ, ആ ഒരു റൂട്ടല്ല പോകുന്നത്, വേറെ റൂട്ടാണ് പോകുന്നത്. അപ്പോൾ ആ റൂട്ടിലെ കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം കേട്ടോ. ഒരു മാപ്പിലൊക്കെ നോക്കിയ സമയത്ത് ഒരു കിടിലൻ റൂട്ടാണ്. ഇതുപോലുള്ളൊരു വാന് ടാറിങ്ങെല്ലാം അടിപൊളിയാണ്, ഫോറസ്റ്റ് റൂട്ടാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് ഞാൻ ഇവിടെ ജോയിൻ അപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.